ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തോടടുക്കുന്നു. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 50,73,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡിസംബർ 3 തിരുവനന്തപുരത്തെത്തും. ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ നാവികസേനയുടെ പോരാട്ട വീര്യം പ്രദർശിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കും. ശംഖുമുഖത്ത് ഇന്നും മറ്റന്നാളുമാണ് പരിപാടിയുടെ ഡ്രസ് റിഹേഴ്സൽ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കും. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇരുസഭകളിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സർക്കാർ സഹകരണം തേടും. അടുത്ത മാസം 1 മുതൽ 19 വരെയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച് ദിത്വ ചുഴലിക്കാറ്റ് 4 ലക്ഷത്തോളം പേരെയാണ് ദുരിതം ബാധിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ദിത്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ശ്രീലങ്കയിൽ പുരോഗമിക്കുന്നു. NDRF സേനാംഗങ്ങൾ, ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ എന്നിവ ദുരന്തമുഖത്ത് സജീവമാണ്. ദ്വീപ് രാഷ്ട്രത്തിലെ പല നദികളിലും അപകടകരമായ ജലനിരപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാഗർ ബന്ധു ദൌത്യത്തിലൂടെ 2 വിമാനങ്ങളിലായി 21 ടൺ വരുന്ന ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് ലഭ്യമാക്കിയത്. അതിനിടെ അതിശക്തമായ മഴയിൽ 123 മരണങ്ങൾ ശ്രീലങ്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 130 പേരെ കാണാതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തോട് അടുക്കുന്നു. ചുഴലിക്കാറ്റ് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട് തീരത്ത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ കേന്ദ്രീകരിക്കുമെന്നാണ് കരുതുന്നത്. ഇതേ തുടർന്ന് നാഗപട്ടണം, കാരയ്ക്കൽ തുറമുഖങ്ങളിലും ചെന്നൈ, കടലൂർ, എണ്ണൂർ, കാട്ടുപള്ളി, പുതുച്ചേരി, പാമ്പൻ, തൂത്തുക്കുടി എന്നിവിടങ്ങളിലും അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദിത്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് പുതുച്ചേരി, കാരയ്ക്കൽ തീരങ്ങളിൽ കടൽക്ഷോഭവും കനത്ത മഴയും തുടരുന്നു. പുതുച്ചേരിയിലെ നല്ലവാടു മത്സ്യബന്ധന ഗ്രാമത്തിൽ തിരമാലകൾ 10 അടിയിലേറെ ഉയരുകയും തീരം കടലെടുക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിനായി ആരക്കോണത്ത് നിന്നുള്ള 30 അംഗ NDRF സംഘം എത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിലായി 91 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 50,73,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇതുവരെ 40 കോടിയോളം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം ഈ മാസം 4-നാണ് ആരംഭിച്ചത്. അടുത്ത വർഷം ഫെബ്രുവരി 7-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ അവസാനിക്കും. കേരളത്തിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം സംബന്ധിച്ച പുരോഗതി വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പ്രധാന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായും പൂരിപ്പിച്ച ഫോമുകളിൽ 85% ഇതിനകം തിരികെ ലഭിച്ചതായും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഇതുവരെ 71.02% ഫോമുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോമുകളിൽ ഒപ്പിട്ട് സമർപ്പിച്ച എല്ലാ വോട്ടർമാരെയും കരട് പട്ടികയിൽ ഉൾപ്പെടുത്തും. 2002-ലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കായി ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ പരിശോധനയും ഹിയറിംഗും നടത്തുമെന്നും ശ്രീ കേൽക്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഹരിയാന സന്ദർശിക്കും. കുരുക്ഷേത്ര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 20ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. രാഷ്ട്രഗീത മഹോത്സവത്തോടനുബന്ധിച്ച് കുരുക്ഷേത്രയിൽ നടക്കുന്ന അഖില ഭാരതീയ ദേവസ്ഥാനം സമ്മേളനത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മുസോറിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നടന്ന 100ാമത് ഫൗണ്ടേഷൻ കോഴ്സിന്റെ സമാപന ചടങ്ങിനെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിസംബോധന ചെയ്തു. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ് ഒരു പൊതുസേവകന്റെ പ്രവർത്തനങ്ങളെ മികച്ചതാക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നയരൂപീകരണം, അത് നടപ്പാക്കൽ എന്നിവയിൽ പൊതുജനങ്ങൾക്കുള്ള ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ എന്നിവയെ മനസ്സിലാക്കി ജോലി ചെയ്ത് മുന്നേറാൻ ഈ മനോഭാവം അവരെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. आज के सिविल सर्वेंट सचमुच सर्वेंट ऑफ द पीपल हैं और आपसे अपेक्षा की जाती है कि पॉलिसी मेकिंग हो या इम्प्लीमेंटेशन, यू विल रिस्पॉन्ड डायरेक्टली टू पीपल्स एस्पिरेशंस और आप लोगों की इमीडिएट जो नीड्स है, जो आवश्यकताएं हैं, उनको भी समझेंगे और उनकी लॉन्ग टर्म होप्स को भी समझने की आप कोशिश करेंगे, ऐसा मैं मानता हूं. यू शुड वर्क विद दिस सेंस ऑफ रेस्पॉन्सिबिलिटी एंड द पब्लिक अकाउंटेबिलिटी, और यही भावना आपको एक कैपेबल, सेंसिटिव और इफेक्टिव पब्लिक सर्वेंट बनाएगी. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും ദൂരദർശനിലും പരിപാടി ലഭ്യമാകും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പര നാളെ ആരംഭിക്കും. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഉച്ചയ്ക്ക് 1:30 റാഞ്ചിയിൽ നടക്കും. ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പര ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയിരുന്നു. കാഴ്ച പരിമിതർക്കായുള്ള പ്രഥമ T20 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ വനിതാ ടീം അംഗങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. ടീം അംഗങ്ങൾ ഒപ്പുവച്ച ക്രിക്കറ്റ് ബാറ്റ് രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു. വനിതാ ക്രിക്കറ്റ് സംഘത്തെ അഭിനന്ദിച്ച രാഷ്ട്രപതി അനേകം പേർക്ക് ഈ വിജയം പ്രചോദനമാകുമെന്ന് അഭിപ്രായപ്പെട്ടു. മലേഷ്യയിൽ നടക്കുന്ന സുൽത്താൻ അസ്ലൻ ഷാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. കാനഡയെ 14-3 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ജുഗ്രാജ് സിംഗ് 4 ഗോളുകളും രജീന്ദർ സിംഗ് 2 ഗോളുകളും ഇന്ത്യയ്ക്കായി നേടി. ശബരിമലയിൽ കർമ്മനിരതരായി ദേശീയ ദുരന്ത പ്രതികരണ സേന. സന്നിധാനത്ത് 41 പേരും പമ്പയിൽ 40 പേരുമായി ആകെ 81 പേരടങ്ങുന്ന NDRF സംഘമാണ് ശബരിമലയിലുള്ളത്. ദുരന്ത പ്രതിരോധത്തിന്റെ ചുമതലയുള്ള ഈ സംഘം സന്നിധാനം, പമ്പ എന്നിവിടങ്ങളിൽ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന തീർത്ഥാടകരെ ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ചെയ്തുവരുന്നത്. ഡിസംബർ 2 നടക്കുന്ന 54ാമത് ഈദ് അൽ ഇത്തിഹാദിനൊരുങ്ങി UAE. പ്രധാന നഗരങ്ങളിലെ സർക്കാർ കെട്ടിടങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, തെരുവുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഉത്സവ അലങ്കാരങ്ങളും പ്രദർശനങ്ങളും ലൈറ്റ് ഷോകളും ആരംഭിച്ചു. ബ്രിട്ടന്റെ പിന്മാറ്റത്തിനു ശേഷം UAEയെ 1971 പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിച്ച ദിവസമാണ് ഡിസംബർ 2. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ECI നെറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും അത് കൂടുതൽ ഉപയോക്തൃ സൗഹൃദമാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാനും രാജ്യത്തെ പൗരന്മാരെ ക്ഷണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത മാസം 27 വരെ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. ECI നെറ്റ് പ്ലാറ്റ്ഫോം 2026 ജനുവരിയിൽ ഔദ്യോഗികമായി പുറത്തിറക്കാനാണ് ലക്ഷ്യമിടുന്നത്. മികച്ച വോട്ടർ സേവനങ്ങൾ, പോളിംഗ് ശതമാനം, ട്രെൻഡുകളുടെ വേഗത്തിലുള്ള ലഭ്യത, വോട്ടെടുപ്പ് അവസാനിച്ച് 72 മണിക്കൂറിനുള്ളിൽ ഇൻഡെക്സ് കാർഡുകളുടെ പ്രസിദ്ധീകരണം എന്നിവ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സാധ്യമാക്കിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ഗവേഷകർക്ക് പ്രധാനമന്ത്രിയുടെ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡിജിറ്റൽ ആർക്കൈവുകളിൽ നിന്നും വിവരശേഖരണം സുഗമമാക്കുന്നതിനായി പ്രത്യേക IT പ്ലാറ്റ്ഫോം സജ്ജമാക്കിയതായി സാംസ്കാരിക മന്ത്രാലയം. വ്യക്തികളെയും സംഘടനകളെയും സംബന്ധിക്കുന്ന 25 ദശലക്ഷത്തിലധികം രേഖകൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ അപൂർവ പുരാരേഖാ ശേഖരങ്ങളിൽ ഒന്നാണിത്. ഗവേഷകർക്കും ചരിത്രാന്വേഷകർക്കും ഏറെ പ്രയോജനകരമാണ് പുതിയ സംവിധാനം. നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ചായിരുന്ന തങ്ങൾ തുടർന്നും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുമെന്ന് തുടർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തോടടുക്കുന്നു. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഇതുവരെ 50,73,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.